قال رسول الله صلى الله عليه وسلم إن أخوف ما أتخوف على أمتي الهوى وطول الأمل فأما الهوى فيصد عن الحق وأما طول الأمل فينسى الآخرة وهذه الدنيا مرتحلة ذاهبة وهذه الآخرة مرتحلة قادمة ولكل واحدة منهما بنون فإن استطعتم ألا تكونوا من بني الدنيا فافعلوا فإنكم اليوم في دار الأمل ولا حساب വഅൻതും ഗദൻ ഫി ദാരിൽ ആഖിറ വലാ അമൽ. ഇമാം ബൈഹഖി തൻ്റെ ശുഅബൽ ഈമാനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, തൻ്റെ ഉമ്മത്തിന് ഒരു മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുകയാണ്. ഇന്ന അഖ്വഫു മാ അതഖവ്വഫു അലാ ഉമ്മത്തി അൽ ഹവ വതൂലുൽ അമൽ. ഞാൻ എൻ്റെ സമുദായത്തിന് ഭയപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അൽ ഹവ തന്നിഷ്ടവും വതൂലുൽ അമൽ അമിതമോഹവും അതിമോഹവും. അമ്മൽ ഹവ എന്നാൽ ഈ തന്നിഷ്ടം ഫയസുദ്ദു അനിൽ ഹഖ്, അത് സത്യത്തെ തൊട്ട് മനുഷ്യനെ തടയും. അതായത് സത്യം ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും ഒരു മനുഷ്യന് സാധിക്കാതെ വരും തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ. അമ്മ തൂലുൽ അമൽ അതിമോഹം എന്നാൽ ഈ അതിമോഹം ഫയൻസൽ ആഖിറ, അത് പരലോകത്തെ മറപ്പിച്ച് കളയും. പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതെയാവുകയും ഇഹലോകത്തിന് പ്രാധാന്യം നൽകി ഇഹലോകത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങളിൽ അവൻ അങ്ങനെ ഇഹലോകത്തിന് വേണ്ടി ജീവിക്കുന്നവനായി മാറും. അതോടുകൂടി പരലോകത്തെ അവൻ മറക്കുകയും ചെയ്യും. വഹാദിഹി ദുനിയ മുർത്തഹിലത്തുൻ ദാഹിബത്തുൻ, ഈ ദുനിയാവ്, ഈ ഇഹലോകം യാത്ര പുറപ്പെട്ട് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഹാദിഹിൽ ആഖിറ, ഈ പരലോകം മുർത്തഹിലത്തുൻ ഖാദിമത്തുൻ, അത് യാത്ര പുറപ്പെട്ട് നമ്മുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിൻ്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. ഖബറിലേക്ക്, പരലോകത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. വലിക്കുല്ലി വാഹിദത്തി മിൻഹുമ, ഇത് രണ്ടിനും, ദുനിയാവിനും പരലോകത്തിനും രണ്ടിനും ഉണ്ട് ബനൂനുൻ, സന്തതികളുണ്ട്, സന്താനങ്ങളുണ്ട്. അതുകൊണ്ട് ഫൈനിസ്തത്തും, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, സാധിക്കും വിധം, അല്ലാ തകൂനു മിൻ ബനി ദുനിയ, നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളാകരുത്, ഇഹലോകത്തിൻ്റെ മക്കളായി മാറരുത്, പരലോകത്തിന് പ്രാധാന്യം നൽകുന്നവരാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. ഫഫഅലു, അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക, പരലോകത്തേക്ക് വേണ്ടി പണിയെടുക്കുക, പരലോകത്തേക്ക് വേണ്ടി, പരലോകത്തുള്ള മോക്ഷത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുക. ഫഇന്നക്കും, തീർച്ചയായും നിങ്ങൾ അൽയൗമ, ഇന്ന് ഫീദാരിൽ അമൽ, അമലിൻ്റെ ലോകത്താണ്. ഇന്ന് നിങ്ങൾ അമൽ ചെയ്യേണ്ട സ്ഥലത്താണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അമലിന് വേണ്ടിയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ദുനിയാവിൽ അമലിന് വേണ്ടി, അമൽ ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ദുനിയാവിലെ ജീവിതം. അല്ലാതെ ദുനിയാവിലെ സുഖത്തിലും സൗകര്യത്തിലുമെല്ലാം ആസ്വദിച്ച് അതെല്ലാം അനുഭവിച്ച് തീർത്ത് മനുഷ്യൻ ഇവിടെ നിന്ന് അതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടവനല്ല. പരലോകത്തേക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവനാണ്, പണിയെടുക്കേണ്ടവനാണ് ഇവിടെ മനുഷ്യൻ. അതാണ് പറഞ്ഞ ഫഇന്നക്കും അൽയൗമ ഫീദാരിൽ അമൽ, ഇന്ന് നിങ്ങൾ അമലിൻ്റെ ലോകത്താണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല, ഇവിടെ നിങ്ങളെ കണക്ക് പരിശോധിക്കലില്ല. നിങ്ങൾ എത്ര നമസ്കരിച്ചു, എത്ര നോമ്പെടുത്തു, എത്ര സക്കാത്ത് കൊടുത്തു, എത്ര ഹജ്ജ് ചെയ്തു, എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തു, എത്ര കിലോ കണക്കിന് സൽക്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് തൂക്കി നോക്കുന്ന സ്ഥലമല്ല ഇത്. അത് വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല, ഇവിടെ കണക്ക് നോക്കലില്ല. വഅൻതും ഗദൻ, നാളെ നിങ്ങൾ ഫീദാരിൽ ആഖിറ, പരലോകത്താണ്. നാളെ നിങ്ങൾ പരലോകത്താണ്. ഇന്ന് ഇഹലോകത്തുള്ള നിങ്ങൾ നാളെ പരലോകത്താണ്. വല അമൽ, അവിടെ അമലുമില്ല, പരലോകത്ത് അമലുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികളായ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഏറ്റവും വലിയ ഗുണപാഠം, തന്നിഷ്ടവും അതിമോഹവും മുന്നിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റായി കണക്കാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം സത്യവിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. സത്യവിശ്വാസി തന്നിഷ്ടത്തെ അല്ല പിൻപറ്റേണ്ടത്, അതുപോലെ അതിമോഹത്തെയല്ല പിൻപറ്റിപ്പോകേണ്ടത്, അതിനുവേണ്ടിയല്ല ജീവിക്കേണ്ടത്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് ഇഹലോകത്ത് നല്ലവരായി
നാട്ടുകാരോട്, കൂട്ടുകാരോട്, വീട്ടുകാരോട്, അയൽവാസികളോട്, ബന്ധുക്കളോട്, എല്ലാ ആളുകളോടും, മനുഷ്യരോടെല്ലാം വളരെ കാരുണ്യത്തോടുകൂടിയും നന്മയോടുകൂടിയും വർത്തിക്കാനാണ് ഇസ്ലാം നമ്മളോട് ഉദ്ഘോഷിക്കുന്നത്. എന്നാൽ ഈ തന്നിഷ്ടം അത് സത്യത്തിൽ നിന്ന് മനുഷ്യനെ തടയുകയും ഈ അതിമോഹം, തൂലുൽ അമൽ എന്ന് പറഞ്ഞ അതിമോഹം എന്നത് അത് പരലോകത്തെ നമുക്ക് മറപ്പിച്ച് കളയുകയും ചെയ്യുമെന്നാണ്. ആ ദുനിയാവിൽ പലതും നേടാനുള്ള ആഗ്രഹവും ആർത്തിയും ഉണ്ടാകുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പരലോകത്തെ അവൻ വിസ്മരിച്ചു പോകുന്നു, മറന്നു പോകുന്നു. എന്നിട്ട് ദുനിയാവിൻ്റെ പിന്നാലെ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഇടയിൽ പൊടുന്നനെയാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹു അവൻ്റെ ആത്മാവിനെ തിരിച്ചു പിടിക്കുന്നത്. അപ്പോൾ അവന് ചിന്തിക്കുവാനോ ആലോചിക്കുവാനോ പണിയെടുക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കാതെ വരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹാദിഹി ദുനിയ മുർതഹിലത്തുൻ സാഹിബത്തുൻ. ദുനിയാവ് യാത്ര പുറപ്പെട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉമ്മായുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്ത് വന്നത് മുതൽ നമ്മളിങ്ങനെ യാത്ര പുറപ്പെട്ട് നമ്മളെ സമയങ്ങളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ അള്ളാഹു നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയങ്ങളിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. വഹാദിഹിൽ ആഖിറ മുർതഹിലത്തുൻ ഖാദിമത്തുൻ. എന്നാൽ പരലോകമാകട്ടെ യാത്ര പുറപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് നമ്മൾ 50, 60, 70 ഒക്കെ വയസ്സായവരുണ്ട്. ഇനി നമുക്ക് എത്ര നാൾ ഈ ഭൂമിയുടെ മുകളിലുണ്ട് എന്ന് കലണ്ടർ മറിച്ച് നോക്കി നമുക്ക് പറയാവതല്ല. ഏതായാലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അമാർ ഉമ്മത്തി 60 ഔ 70. എൻ്റെ ഉമ്മത്തിൻ്റെ ആയുഷ്കാലം എന്ന് പറയുന്ന 60ൻ്റെയും 70ൻ്റെയും ഇടയിലാണ്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ ഈ ദുനിയാവ് വിട്ട് വിട പറഞ്ഞു പോകേണ്ടി വരും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹാദിഹിൽ ആഖിറ മുർതഹിലത്തുൻ ഖാദിമത്തുൻ വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഇത് രണ്ടിനും, ദുനിയാവിനു വേണ്ടി ജീവിക്കുന്നവരുണ്ട്, പരലോകത്ത് മോക്ഷം കിട്ടണം, പരലോകത്ത് രക്ഷ കിട്ടണം, സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് മോചനം കിട്ടണം എന്നാഗ്രഹിച്ച് ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഫൈനിസ്തത്തും അല്ലാത്തക്കോനും ബനിദ്ദിനെ, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ ദുനിയാവിൻ്റെ മക്കളായി മാറരുത്. ദുനിയാവിനെ മാത്രം കെട്ടിവണഞ്ഞുകൊണ്ട് ജീവിക്കുന്ന, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, ദുനിയാവിലെല്ലാം നേടി അങ്ങനെ എല്ലാ ആസ്വാദനങ്ങളും കണ്ടെത്തി ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന, പരലോകത്തെ മറന്നു കളയുന്ന, മരണത്തെ മറന്നു കളയുന്നവരായി നിങ്ങൾ മാറരുത്. ഫഫ് അലു, അതുകൊണ്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക, നിങ്ങൾ നന്നായി പ്രവർത്തിക്കുക, നന്നായി പണിയെടുക്കുക പരലോകത്തേക്ക് വേണ്ടി. ഫൈനക്കും, കാരണം അല്യൗമ ഫീ ദാരിൽ അമൽ, തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് അമലിൻ്റെ ലോകത്താണ്. വലാ ഹിസാബ്, ഇവിടെ വിചാരണയില്ല. ഇവിടെ നിങ്ങൾ എത്ര ചെയ്തു, എന്ത് ചെയ്തു എന്ന് ചോദ്യമില്ല ഇവിടെ. അത് നാളെയാണ് ആ ചോദ്യമുള്ളത്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ, ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അമൽ വേണം. വാന്തും ഗദൻ ഫീ ദാരിൽ ആഖിറ, നാളെ നിങ്ങൾ പരലോകത്താണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ദുനിയാവ് വിട്ട് പിരിഞ്ഞു പോകേണ്ടവരാണ്. പോകുമ്പോൾ വെറും 3 കഷ്ണം തുണിയും ചിലപ്പോൾ അല്പം പഞ്ഞിയുമല്ലാതെ മറ്റൊന്നും നമ്മളെ കയ്യില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന അമലുകൾ മാത്രമാണ് നമ്മുടെ രക്ഷക്കുള്ളത്. അതുകൊണ്ട് വല അമൽ, അവിടെ നാളെ പരലോകത്ത് അവിടെ അമലുമില്ല. അവിടെ അമൽ ചെയ്യാൻ സാധിച്ചില്ല. എനിക്കവിടെ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യം, അയൽവാസികളോടുള്ള കടമ, ബന്ധം ഞാൻ അവിടെ പുലർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അവിടെ നിസ്കരിച്ചേക്കാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. എൻ്റെ സക്കാത്ത് കൊടുക്കാൻ ബാക്കിയുള്ളത് ഞാൻ പരലോകത്ത് വെച്ച് കൊടുത്തേക്കാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നാളെ നിങ്ങൾ അവിടെ അമലില്ലാത്ത ലോകത്താണ്. അവിടെ വിചാരണയുടെ വേളയാണ്. അവിടെ നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിചാരണക്ക് വിധേയമാക്കുന്ന രംഗമാണ് അവിടെയുള്ളത്. അതുകൊണ്ട് ആ ഒരു ലോകത്തേക്ക് വേണ്ടി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളായ നമ്മളൊക്കെ ഈ കാര്യം വളരെ ഗൗരവപൂർവ്വം കണക്കാക്കുകയും ഇതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ, നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.